ആശാവർക്കർ സമരത്തിന് രാഷ്ട്രീയമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ചിലർക്കങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. SUCIക്കാർക്കും അവരെ സ്പോൺസർ ചെയ്തിരിക്കുന്ന സതീശനും സുഡാപ്പികൾക്കെല്ലാം കേന്ദ്ര സഹവാഴാജി അവിടെ എത്തിയപ്പോൾ എന്തൊരു സന്തോഷം. ആ സന്തോഷത്തിൽ ആറാടിക്കൊണ്ട് ഒരു ഗാനമേള കൂടി നടത്തിക്കൊടുത്തിരിക്കുകയാണ്. കല്യാണം കാണാൻ വരേണം മണിമുറ്റത്താവണിപ്പന്തൽ മേലാപ്പു പോലെ തണിയാരത്തം വിളിപ്പന്തൽ. അല്ലേ സർ, നമ്മളെ രക്ഷിക്കണം. NRHM എന്നുള്ളത് കേന്ദ്ര പദ്ധതിയാണ്. അതിൽ സേവനം ചെയ്യുന്നവരാണ് ആശാവർക്കർമാർ. 2000 രൂപ മാത്രമാണ് കേന്ദ്രം നൽകുന്ന അലവൻസ്. ബാക്കി 6000 രൂപ സംസ്ഥാന സർക്കാർ, പിന്നീട് ഇൻസെൻറ്റീവും. എന്നിട്ട് യാതൊരു പ്രതിഷേധവുമില്ല. 100 കോടിയിൽ പരം തുക നേരത്തെ കൊടുത്തതിൽ ഇനിയും സംസ്ഥാന സർക്കാരിന് കൊടുക്കാനുണ്ട്. ഒരു പ്രശ്നവുമില്ല. സതീശൻ ചെയ്യുന്ന സമരത്തിന് സുരേഷ് ഗോപി എത്തണ്ടേ? തൃശ്ശൂർ അങ്ങോട്ട് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും തെരുവിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമരത്തെ പൊലിപ്പിക്കേണ്ട ഉത്തരവാദിത്തം ആർക്കുണ്ട്? ഉണ്ട ചോറിന് നന്ദി കാണിക്കുന്നവരുണ്ട്. അതുകൊണ്ടാണ് വാർത്ത ഡൗൺ ആവുന്ന ദിവസം അടുത്ത ഗസ്റ്റ് ആർട്ടിസ്റ്റിനെ അവിടെ ഇറക്കിയത്. എന്നിട്ട് ആശമാരുടെ സമരത്തിനെതിരെ നടപടിയെടുത്താൽ കേന്ദ്ര ഫണ്ട് കട്ടാക്കുമെന്നേ. കേന്ദ്ര ഫണ്ട് കട്ടാക്കി ഒന്ന് കാണിച്ചേ, ഇവരൊക്കെ ഒന്ന് ശമ്പളം മേടിക്കുന്ന കാണട്ടെ. എന്തായാലും കേരളത്തിൽ SUCI പൊക്കിക്കൊണ്ടുവന്ന സമരത്തിന് കോൺഗ്രസിനും അനിഷ്ടമില്ല. കാര്യം സുരേഷ് ഗോപി വന്നതുപോലെ തന്നെ സതീശന് ഉറച്ച ശബ്ദത്തിൽ ഇന്ന് പറയുന്നത് കേട്ടു. ഈ പാവങ്ങളെങ്കിലും അവമാനിക്കണോ? സ്ത്രീകളല്ലേ, അവർ ഭീഷണിപ്പെടുത്തുകയാണ്. ഒരു ഭീഷണിയും വേണ്ട, അവരെ കൂടെ ഞങ്ങളുണ്ട്. ഞങ്ങൾ ആ സമരത്തിന് പിന്തുണയ്ക്കുക. ഇവിടെ ജനങ്ങൾക്കും സാധാരണക്കാർക്കും ഗുണമുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സർക്കാരിനെ അട്ടിമറിക്കാൻ വിഷപ്പാമ്പുകൾ സൃഷ്ടിക്കുന്ന ഓരോരോ തെരുവ് നാടകങ്ങൾ കാണണേ. അതിൽ ഇന്നലെ വരെ ന്യൂനപക്ഷങ്ങളെ ശത്രുക്കളായി കണ്ടിരുന്നവർ എന്തിനേറെ പറയുന്നു, PC ജോർജ് ഉൾപ്പെടെയുള്ളവർ അകത്തു പോയിട്ട് അധികം ദിവസമായിട്ടില്ല. അതേ രാഷ്ട്രീയ പാർട്ടിയിലുള്ളവർ SUCI സമരത്തിലേക്ക് വന്നപ്പോൾ അത് സ്പോൺസർ ചെയ്തിരിക്കുന്ന സതീശനും അതിൻ്റെ പിൻ കർട്ടൻ റൈസറുകാരായിട്ടുള്ള സുഡാപ്പികൾക്കെല്ലാം എന്താ സ്വീകാര്യത. ആ മണിമുറ്റത്താവണി പന്തൽ പാടാനുള്ളൊരു മാനസികാവസ്ഥ കാണണേ. അവർ സമരം ചെയ്ത് വളരെ വിഷമിച്ചിരിക്കുകയാണ്, സങ്കടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മന്ത്രിയെ കാണുമ്പോൾ എന്തുള്ളിന്ന് വരും? ഇതുപോലുള്ള പാട്ടുകൾ വരും. അത്ഭുതപ്പെടാനില്ല. ഇതുകൊണ്ടാണ് ആവർത്തിച്ച് പറയുന്നത്, സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ മനസ്സിലാക്കുക, ഇവരുടെ ഉദ്ദേശം ഓണറേറിയം അല്ല. ഇവരുടെ ഉദ്ദേശം ഈ സർക്കാരിനെതിരെ ജനവികാരമുണ്ടാക്കുക എന്നുള്ളതാണ്. അത് സതീശനും സുധാകരനൊക്കെ ഡൽഹി പോയിട്ട് തിരിച്ചെത്തി ഈ സമരത്തിന് വേണ്ടത്ര കലാപരിപാടികൾ ഒരുക്കാൻ സമയം കിട്ടാതെ വരുമ്പോൾ ഗസ്റ്റ് ആർട്ടിസ്റ്റായിട്ട് ആര് വരും? സുരേഷ് ഗോപി വരും. സ്വാഭാവികമല്ലേ? തൃശ്ശൂർ താലത്തി കൊടുത്തിരിക്കുന്നതിൻ്റെ സ്നേഹവും കടപ്പാടും കാണിക്കുന്നത് ഇതുപോലുള്ള വേദിയിലാകണ്ടേ. സംഘപരിവാറുകാർക്കുമുണ്ട് കുടുംബശ്രീ, സംഘപരിവാറുകാർക്കുമുണ്ട് ആശാവർക്കർമാർ. അവർ ഈ സമരത്തിലുണ്ടോ? ഇനിയിപ്പോൾ വരും. സ്വാഭാവികമായിട്ടും കേരളത്തിലെ മൂർഖൻ പാമ്പുകളുടെ ഒരു കൂട്ടമായിട്ട് അത് മാറും. അതിൻ്റെ ഓരോരോ മോഡലുകളാണ് ഈ കണ്ടതെന്ന് പറയേണ്ടി വരികയാണ്. ഇത്ര പച്ചയ്ക്ക് ഒരുമിച്ച് നിന്ന് ഒരേ വിഷയത്തിൽ രാഷ്ട്രീയം കളിക്കുമ്പോൾ ആശാവർക്കർമാരുടെ പ്രശ്നമെന്ന് ചിന്തിക്കുന്ന നമ്മുടെ നാട്ടിലെ ഒരു വിഭാഗം ആൾക്കാരുണ്ടല്ലോ, അതിനുവേണ്ടി കൂലിയെടുത്ത് നടത്തുന്ന മാധ്യമങ്ങളുണ്ടല്ലോ, ഇവരെല്ലാം ഒരു സൈഡിൽ നിന്നുകൊണ്ട് കേന്ദ്ര സർക്കാർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ മറച്ചു പിടിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിനെ ആക്രമിക്കുന്നത് എങ്ങനെയെന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഉദാഹരണമാണ്.